ഇത് നമ്മൾ ജാംനഗർ വിട്ട് രാജ്കോട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ ബസ്സിനാണ് പോകുന്നത്. ഇവിടുന്ന് ബസ്സിനാണെങ്കിൽ 3 മണിക്കൂറിലധികം ദൂരമുണ്ട്. അപ്പോൾ ബസ് സ്റ്റോപ്പിലേക്ക് പോയിക്കൊണ്ടിരിക്കുവാണ്. നമ്മൾ ബസ് സ്റ്റോപ്പിലെത്തി. ബസ് സ്റ്റോപ്പൊന്നും പറയാൻ പറ്റില്ല, ഇവിടെ ബസ് നിർത്താറുണ്ട്. ബസ് വന്നിട്ട് കാണാം. നമ്മളെ ബസ് വരുന്നുണ്ട്, GSRTC നമ്മളെ ബസ് വരുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഗുജറാത്തിൽ നിന്ന് ബസ്സിൽ പോകുന്നത്. എങ്ങനെ GSRTC സെയിം ആയിരിക്കും, നോക്കാം. ഇതാണ് നമ്മളെ ആനവണ്ടി GSRTC. നമ്മൾ ടിക്കറ്റ് എടുത്തു. ജാംനഗറിലേക്ക് ഒരാൾക്ക് 28 രൂപയാണ് വരുന്നത്. ബസ്സിലെ ആൾക്കാരൊക്കെ കയറുന്നുണ്ട്. വലിയ വ്യത്യാസമൊന്നുമില്ല KSRTC ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഒറ്റൊരു ഡോറ് മാത്രമേ ഉള്ളൂ, അതാ ഒരു വലിയ വ്യത്യാസമായി തോന്നിയത്. അതുപോലെ ഡ്രൈവറും പാസഞ്ചേഴ്സും തമ്മിൽ ആ ഉള്ളൊരു ഗ്യാപ്പ് ഫുൾ ചില്ലുകൊണ്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി, ജാംനഗർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. അത് എൻക്വയറീൻ്റെ സ്ഥലമാണ്, ആ നീലയും വെള്ളയായിട്ട് കാണുന്നത്. ഇതാണ് നമുക്ക് രാജ്കോട്ടിലേക്ക് പോകേണ്ട ബസ്. എക്സ്പ്രസ് ആണ്. അപ്പോൾ നമുക്കൊരു വേറൊരു ബസ് ഉണ്ടായിരുന്നു ഇലക്ട്രിക്, പക്ഷേ AC നമ്മളെത്തുമ്പോഴത്തേക്ക് അത് പോയി. അപ്പോൾ പിന്നെ ഇതിനകത്തോട്ട് കയറി. വലിയ ആൾക്കാരും തിരക്കൊന്നുമില്ല. ഒരാൾക്ക് 104 രൂപയാണ് നമുക്ക് രാജ്കോട്ടേക്ക് ജാംനഗറിന്. അപ്പോൾ എനിക്ക് സൈഡ് സീറ്റ് തരില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേറെ സീറ്റിലിരുന്നു. കാര്യം ആരുമില്ല, ഇരുന്ന് ഓടിക്കളിക്കാനുള്ള സ്ഥലം അതിനകത്തുണ്ട്. അപ്പം ഞാൻ മാറിയിരുന്നു. ഒരാളെൻ്റെ മുന്നിലുള്ള ആൾ ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ടൊന്നും വലിയ ആൾക്കാരൊന്നുമില്ല, ആരുമില്ല ബസ്സിൽ. പിന്നെ അതുപോലെ നമുക്ക് സൈഡിലോട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് നല്ല രസമാണ്. എന്നുവെച്ചാൽ ഫുൾ പാടങ്ങളും പാടത്ത് പണിയെടുക്കുന്നതും. അപ്പോൾ അവരെ വീട് അതിന് അടുത്ത് തന്നെ ആയിരിക്കും, കുഞ്ഞു കുഞ്ഞു ഷെഡായിട്ട്. അപ്പോൾ അങ്ങനത്തെ കാഴ്ചകളെല്ലാം കാണാം. നിങ്ങൾ കാറ്റാടിയന്ത്രം കാണുന്നുണ്ടോ? അപ്പോൾ ബസ് ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഒരു സ്ഥലത്ത് സ്റ്റാൻഡിൽ കൊണ്ട് നിർത്തി, ഒരു ഹോട്ടലിൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി. അപ്പോൾ എന്തെങ്കിലും ചായ കുടിക്കാനോ എന്തെങ്കിലും വാങ്ങിക്കാനെല്ലാം ഉണ്ടെങ്കിൽ അങ്ങനെ നിർത്തി. അപ്പം ഞാനും ഒന്ന് ഇറങ്ങി, വെറുതെ അങ്ങ് നടന്ന് തിരിച്ച് ഇങ്ങോട്ടും നടന്ന് ബസ്സിന് കയറി. ഒരു 15 മിനിറ്റ് 20 മിനിറ്റോളം ബസ് നിർത്തിയിട്ടുണ്ടായിരുന്നു. ചെമ്മരിയാടാ കാണുന്നത്. രാജ്കോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഫുൾ ബിൽഡിങ്സും അപ്പാർട്ട്മെൻറ്റ്സും പുതിയ ഫുൾ പണി നടന്നുകൊണ്ടിരിക്കുന്ന ബിൽഡിങ്സും എല്ലാം നമുക്കിവിടെ രാജ്കോട്ട് തുടക്കം മുതലേ കാണാൻ പറ്റുന്നത്. വലിയ സിറ്റിയാണ്. നമുക്കൊരു ഐഡിയ ഇല്ല, ആദ്യമായിട്ട് പോകുന്നതായതുകൊണ്ട് ഫുൾ ഗുജറാത്തി മയമാണ്. വെൽക്കം ടു രാജ്കോട്ട്. ഇത് രാജ്കോട്ട് ബസ് ടെർമിനൽ. അപ്പം നമ്മളിവിടെ ഇറങ്ങി. ഫുൾ ആൾക്കാരെ നടന്നു വരുന്ന നമ്മളെ ബസ്സിൻ്റെ കണ്ടക്ടറായിരുന്നു, പോലീസ് യൂണിഫോം. അപ്പോൾ ഇതാണ്, ഇവിടെ ഇറങ്ങി. ഫുൾ ഓട്ടോക്കാരുണ്ട്. വാ ഇവിടെ പോകണം, പൈസ ഇത്ര എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വിളിക്കും. വാ അങ്ങനെ നമ്മളൊരു ഓട്ടോക്കാരൻ്റെ കയറി. പാസ്പോർട്ട് ഓഫീസിലായിരുന്നു പോകേണ്ടത്. അപ്പോൾ നമ്മൾ ഓട്ടോയിൽ കയറി. അവർ പാസ്പോർട്ട് ഓഫീസിൻ്റെ അടുത്ത് കൊണ്ടിറക്കി. ആകാശത്തൂടെ നോക്ക്, പക്ഷികൾ കൂട്ടം കൂടെ പോകുന്ന അങ്ങനെ കാണുന്നില്ല. ക്യൂ നിൽക്കുന്നുണ്ട് കുറേ ആൾക്കാർ ഓഫീസിൽ, പാസ്പോർട്ട് ഓഫീസിൽ. ഞാൻ വെറും പോസ്റ്റായിട്ട് ഇങ്ങനെ ഫോട്ടോ എടുത്തുകൊണ്ട് നിൽക്കുക ചെയ്യുന്നത്. ഒരു 1 മണിക്കൂറിനുള്ളിൽ അപ്പോയിൻറ്റ്മെൻറ്റ് വന്നിട്ട് ജസ്റ്റ് ഷെല്ലിൽ കയറി. അവിടെ ഒന്നുമില്ല, കൂൾ ഡ്രിങ്ക്സ് ആയിട്ടൊന്നും ഷെയ്ക്കൊന്നും ഉണ്ടാക്കി തരുന്നില്ല. ജസ്റ്റ് ഇങ്ങനെ ഇത് ഡ്രിങ്ക്സ് വാങ്ങിച്ച് കഴിച്ചു. ഒരു അമൂലിൻ്റെ ഷേക്കേഴ്സും പിന്നെ ഒരു പേപ്പർ ബോട്ടും ലേസും വാങ്ങിച്ച് കഴിച്ചു. സൊമാറ്റോന്ന് മെക്ഡിന്ന് ബർഗർ ഓർഡർ ചെയ്തു. AC ബസ്സല്ലേ, അപ്പോൾ പോകുമ്പോൾ കഴിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ ബസ് നമ്മളെ പറ്റിച്ച്. ബസ് 6:30 മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. നമ്മൾ 4:45 സ്റ്റാൻഡിലെത്തി. പിന്നെ നോർമൽ ബസ്സിന് കയറി. അപ്പോഴത്തേക്ക് ഭയങ്കര തിരക്കായിരുന്നു. പിന്നെ ഞാൻ ഈ 3-4 സ്ഥലമൊക്കെ കണ്ടുപിടിച്ച് പാലസൊക്കെ അവിടെ പോവാം, അടുത്ത് പാസ്പോർട്ട് ഓഫീസിൻ്റെ അടുത്തുള്ളതൊക്കെ. പക്ഷെ ഒന്നും നടന്നില്ല. അവിടെ കുറച്ച് ലേറ്റായി. അങ്ങനെ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് ഒന്നും നടന്നില്ല. അടുത്ത പ്രാവശ്യം എന്തായാലും പോവാമെന്ന് എനിക്ക് പ്രോമിസൊക്കെ തന്ന് തിരിച്ച് വന്നത്. നല്ല മഴയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു.
ജാംനഗറിലെത്തുമ്പോഴത്തേക്കും നോക്ക് നല്ല മഴ പെയ്ത് എല്ലാവരും വെള്ളത്തിൽ കൂടിയാണ് പോകുന്നത്. അടുത്ത പ്രാവശ്യം എന്തായാലും രാജോട്ട് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് വീണ്ടും കാണാം.